ഹലോ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ആലോചിച്ചിട്ട് തന്നെയാണ്. കാരണം കുറച്ച് നാളായിട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ ആറാം തമ്പുരാൻ ഗിരീഷ് എന്ന് പറഞ്ഞ ചാനൽ എനിക്കെതിരായിരുന്നു ആദ്യം പോകുന്നിടത്തൊക്കെ വെച്ചിട്ട് പരസ്യമായിട്ട് തെറി പറയുക. നിങ്ങൾക്കറിയാം, അവൻ്റെ ചാനൽ തുടങ്ങിയത് 2023-ലാണ്. എൻ്റെ ചാനൽ തുടങ്ങിയത് 2024-ലാണ്. രൂപകല ചാനൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നിടത്തൊക്കെ ചെന്ന് എന്നെ പരസ്യമായിട്ട് വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ ഇവനെ താക്കീത് കൊടുത്തു. പിന്നീട് ഞാൻ ഏത് ലേഡീസിനൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ അവിടെ ചെന്ന് ഫേക്ക് ഐഡി ഇറക്കിയിട്ട് എന്നെ ഒരുപാട് തെറി പറയുക, വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക, സൈബർ ഹരാസ്മെൻറ്റ്, ബുള്ളിങ്ങൊക്കെ നടത്തുക. കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചു. ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ട് ഇപ്പോൾ ദീപ്തി ചാനൽ ഇവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിനെതിരെ ഞാൻ നമ്മുടെ കുസൃതി കൂടൊക്കെ ചാനൽ കേസ് കൊടുത്താണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെയും അവളെ വെച്ചിട്ട് പരസ്യമായിട്ട് തെറി പറഞ്ഞത് അഞ്ജന ലൈവിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് ചോദ്യം ചെയ്തപ്പോൾ ഇവൻ്റെ കൂട്ടാളി ഇവൻ്റെ അളിയനാണെന്ന് പറയുന്നു. നമുക്കറിയില്ല. ഒരു കർമ്മ എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് പറഞ്ഞ് സംസാരിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന അവനൊരു ഇതിൽ പറയുന്നുണ്ട്, മല്ലി നിന്നെ തെറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഷൂട്ട് ചെയ്ത് പറഞ്ഞു, അതിന് പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ നിയമമൊക്കെ അവൻ കൈകാര്യം ചെയ്യുന്നത്. അവൻ അങ്ങനത്തെ നിയമം ജസ്റ്റിസാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ അവനിന്നൊരു പോസ്റ്റ് ഇട്ടുണ്ട്. 2 ദിവസം മുന്നേ ഞാൻ അവനെ നിരന്തരമായിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് അവനോട് ഇപ്പം പറഞ്ഞിട്ട് നിർത്തുന്നില്ല. അപ്പോൾ ഞാനവനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ചാനലിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, ഇവൻ്റെ പെണ്ണ് ചാനലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ ചെയ്തേക്കുന്നത്, ഞാൻ ലൈവിൽ ഇരുന്നിരിക്കുന്ന സമയത്ത് നോക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോസ്റ്റ് ഇട്ടേക്കണം. അതവിടെ നിൽക്കട്ടെ. എൻ്റെ ഹൈലൈറ്റ് എടുത്തിട്ട്, ലൈവിൻ്റെ ഹൈലൈറ്റ് എടുത്തിട്ട് ഇവൻ കൊണ്ട് ഇതിലിട്ടേക്കുക. എൻ്റെ അനുവാദം ഇല്ലാണ്ട് എൻ്റെ ലൈവിൻ്റെ ഇതെടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂട്യൂബിൻ്റെ റൂൾസ് എന്താണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീനാഥ് വാസിയായിട്ട് പിന്നെ പ്രശ്നത്തിൽ ശ്രീനാഥ് വാസി പോസ്റ്റ് ഇട്ട് പോസ്റ്റ് എടുത്ത് അവിടെ കൊണ്ടുവന്നിട്ട് ഞാനും കൂടി എന്നെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ മനസ്സറിയാത്ത കാര്യമാണ് നീ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്കെതിരെ അതിശക്തമായിട്ട് നിയമ നടപടി മാത്രമല്ല, മാനനഷ്ടത്തിന് കേസ് കൊടുത്തുകൊണ്ട് രൂപകല ചാനൽ മുന്നോട്ട് പോകും. കാരണം നീ അത്രമാത്രം അതല്ലെന്നുണ്ടെങ്കിൽ നീ ഇവിടെ 24 മണിക്കൂറുള്ളിൽ എൻ്റെ ചാനലിൽ വന്ന് മാപ്പ് പറയണം. ട്വിറ്ററിൽ കയറിയിട്ട് ഇതിനെനിക്ക് തെറ്റുപറ്റിയാണ്, ഞാൻ നീയായിട്ട് പ്രശ്നത്തിലില്ലാന്ന് നീ ഇവിടെ വന്ന് മാപ്പ് പറയും. ഇല്ലെന്നുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് പോകും. ഇത് ഞാൻ ഷോർട്സ് ഇട്ടിട്ട് പറയണത്, ഇത് വെറുതെ ഒരു പോസ്റ്റല്ല. ഇത് അത്ര ഗൗരവമായിട്ട് ഞാൻ